ഞാൻ എന്താ? എന്നെ രക്ഷിക്കണം. എങ്ങനെ? ശിക്ഷിക്കാതിരിക്കണം. രണ്ടും അർത്ഥമല്ലേ? അതെ. ശിക്ഷിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്തും ചെയ്യാം. പോരാ, കുറ്റം ചെയ്യാതിരിക്കണം. ഒരബദ്ധം. 30 വർഷം കോൺസ്റ്റബിളും എക്കോൺസ്റ്റബിളുമായിരുന്നു കള്ളവും കൊലപാതകങ്ങളുമായി പഴകിയ നിങ്ങൾക്ക് 50ാമത്തെ വയസ്സിൽ അറിയാതൊരു അബദ്ധം പറ്റിപ്പോയല്ലേ? കഷ്ടമായിപ്പോയല്ലോ. ഇതെനിക്ക് കിട്ടിയിട്ട് 1 വർഷം തികയുന്നില്ല സർ. ഇതിനെ ഓർത്തെങ്കിലും അവർ നിന്ന് രക്ഷിക്കണം. ഏതിനെ? ഈ തുകൽവാറിനെ? കേട്ടോ ഇൻസ്പെക്ടർ, മഹത്വത്തിന്റെ മാനദണ്ഡമായി നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തിയ ഈ തുകൽപ്പട്ടയും തോളിട്ടുകൊണ്ടാണ് നിങ്ങൾ ആ FIR വലിച്ചു കീറിയത്. തിരിച്ചെറി അറിയാതെ മറ്റൊന്ന് എഴുതിയുണ്ടാക്കി. അത് ശരിയല്ല സാർ. വലിയ തെറ്റല്ലേ? നിങ്ങൾ കീറിക്കളഞ്ഞ റെക്കോർഡിന്റെ ഒരു ഭാഗം എന്റെ കയ്യിലുണ്ട്. നിങ്ങളെ സ്വന്തം കൈപ്പടയിൽ എഴുതിയത്. എന്നെ രക്ഷിക്കണം സാർ. അത് രക്ഷിക്കാൻ കൊള്ളുന്നതല്ല, ശിക്ഷിക്കാനേ കൊള്ളൂ. എനിക്ക് സാറിന്റെ അച്ഛന്റെ പ്രായമുണ്ട്. ഓ, അതെന്റെ മർമ്മത്തിന് നേരെയുള്ള ഒരു പ്രയോഗമായിരുന്നു. പക്ഷേ ഡാനിയൽ, അവിടെ മർമ്മമില്ല, എനിക്ക് അച്ഛനുമില്ല. ഇനി നിങ്ങളുടെ സ്ഥാനത്ത് എന്റെ അച്ഛനല്ല മുത്തച്ഛനായിരുന്നാലും യാതൊരു വിട്ടുവീഴ്ച ഞാൻ ചെയ്യുകയില്ല. സാറെന്നെ ഞാൻ നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. ആ റിപ്പോർട്ട് അയക്കരുത് സാർ. ആ റിപ്പോർട്ടാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. എന്താ? നിങ്ങൾക്ക് കിട്ടിയ കച്ചേരിയിൽ പകുതി എനിക്ക് വരാവുന്നതാണ്. എനിക്ക് 7 കുട്ടികളുണ്ട് സാർ. ആഹാ, അത് തന്നെ ഒരു ക്രിമിനൽ കുറ്റമാണല്ലോ. അതിന്റെ FIR കയറി കിടക്കുന്നത്. അപ്പോൾ ഇനി ഒന്നുമില്ല, കാര്യങ്ങളെല്ലാം നിയമം പോലെ നടക്കും. എന്താ ഇതിനയക്കാത്തത്? അയച്ചോ? ശരി. എന്താ നിൽക്കുന്നത്? ഇക്കോ. ഉത്തരവ്. എന്താണ് ഉത്തരവ്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഉത്തരവെന്ന് പറയരുതെന്ന്. ഇല്ല. നിനക്ക് തണുക്കുന്നത് ഇല്ലേ? പിന്നെ ഇങ്ങനെ കയ്യും കെട്ടി കൂലി പിടിച്ച് വെക്കുന്നത് വെറുതെയാ. പുറകില എല്ലാ കൈയാണ് ഉത്തരവ്. നിനക്കെന്താ ആണുങ്ങളെ പോലെ കൈതാഴ്ത്തിയിട്ട് നിവർന്നു നിന്നൂടെ? നിൽക്കാം. അതാണ് ശീലം. ടൈഗർ, Tiger, get out! Tiger, Tiger, get out! നീ എങ്ങനെ ഇതിനകത്ത് വന്നു? അതിൽ കയറി കയറിയതാ. നിന്റെ തോളത്തിൽ പൊക്കമുള്ള മതിൽ എങ്ങനെ വെച്ചാൽ? അപ്പുറത്തൊരു കറിവേക്കുന്നുണ്ടായിരുന്നു, അതിൽ കയറി ചാടി. എന്തിന്? ഞാൻ ഓടി വരികയായിരുന്നു. നിനക്കെന്താ നടക്കാൻ അറിയുന്നില്ലേ?
സന്ധ്യ കഴിഞ്ഞാൽ ഞാൻ നടക്കാറില്ല, ഓടാറേ ഉള്ളൂ. അതെന്താ? എന്നെപ്പോലുള്ള നിങ്ങളെ നടത്താറില്ല, ഓടിക്കാനാണ്. ആര്? കൊല്ലാവുന്ന മനുഷ്യർ. ഇന്ന് പിന്നെ ആരാ ഓടിച്ചത്? ഒരു പോലീസുകാരൻ. പോലീസുകാരൻ ഓടിക്കുന്നത് കുറ്റം ചെയ്തിട്ടല്ലേ? ഇന്ന് ഓടിച്ചത് കുറ്റം ചെയ്യാമായിരുന്നു. നീ ആരോടാണ് സംസാരിക്കുന്നത് എനിക്കറിയാമോ? അറിയാം, ഞാൻ സാറിനെ കണ്ടിട്ടുണ്ട്. ഓഹോ, ആ പോലീസുകാരൻ നിന്നെ വിളിച്ചപ്പോൾ നീ ഓടി അല്ലേ? അല്ല, കയ്യെ കടന്ന് പിടിച്ചപ്പോഴാണ് ഓടിയത്. ഓഹോ, അത് ശരി. നിനക്കെന്താ ജോലി? ഒരു തടിക്കമ്പനിയില്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും. അച്ഛനെന്താ ജോലി? കിടക്കുക. കിടപ്പാണോ അച്ഛന്റെ ജോലി? അച്ഛൻ എഴുന്നേറ്റ് നടക്കാൻ മേല. കഴിഞ്ഞ 17 കൊല്ലമായി അച്ഛൻ നടന്നിട്ടില്ല. അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയി. നിന്റെ അമ്മയ്ക്കോ? അമ്മയ്ക്ക് തലയ്ക്ക് സ്ഥിരമില്ല. 5 കൊല്ലമായി. വേറെ ആരുമില്ലേ? ഇല്ല. അതെ, ഇന്ന് നിന്നെ അയാൾ പിടിച്ചപ്പോൾ നിനക്ക് കരയാമായിരുന്നില്ലേ? ഞാൻ കരഞ്ഞു. അയാൾ എന്റെ വാ കൊത്തിപ്പിടിച്ച് വലിച്ചിഴച്ചു. പിന്നെ നീ ഇങ്ങനെ രക്ഷപ്പെട്ടു? ഒരു പ്രകാരത്തിൽ. ഒരു പ്രകാരത്തിലെന്ന് വെച്ചാൽ? ഞാൻ കുടങ്ങി ചോടി. കുതറുക മാത്രമേ ചെയ്തുള്ളൂ? അത്രേ ഉള്ളൂ. നീ ഒരു കമ്മലിട്ടുകൊണ്ടാണ് നടക്കാറ്? എങ്ങോട്ട് പോയതായിരിക്കും? എങ്ങനെ? ഓടിയിട്ട് പോയതായിരിക്കും. ആ കമ്മലിഎന്താ? ഇതിനെന്ത് വിലപ്പെടുത്തു? 1 രൂപ. നിനക്ക് തിരിച്ചു വേണോ? എന്നാൽ എനിക്ക് വേണം. സാറിനെന്തിന്? ഇമാതിരി സാധനങ്ങൾ ഞാൻ സൂക്ഷിക്കാൻ. അയ്യോ, അതെന്റെ കമ്മല. ഇതിട്ട് വേണോ? അത് മറ്റൊന്നായിക്കൂടുന്നുണ്ടോ? എന്നാ സൂക്ഷിച്ചു നോക്ക്. ഇത് തന്നെയാ. ഇടയ്ക്കൊരു കല്ല് പോയിട്ടുണ്ട്. നിന്റെ കമ്മൽ എന്റെ കയ്യിൽ എങ്ങനെ വന്നു? അതെനിക്കറിഞ്ഞുകൂടാ. നീ ഏതായാലും കളഞ്ഞതല്ലേ, ഇതെന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഇതിന് എന്താണ് വിലയെന്ന് പറഞ്ഞു? 1 രൂപ. അത് മേടിച്ചപ്പോഴില്ലേ? ഇപ്പോൾ അതിനും കൂടുതലുണ്ട്. ഈ ഒറ്റ കമ്മലിന് ഇപ്പോൾ നിന്റെ ജീവിതത്തിന്റെ വിലയുണ്ട്. കുറച്ചു മുമ്പ് ഇത് നിന്റെ കാതിൽ തൂങ്ങുകയായിരുന്നു. ഇപ്പോൾ നീ ഇതിൽ തൂങ്ങുകയാണ്. മനസ്സിലായോ? ഇല്ല. പറയാം. ഞാൻ ചോദിക്കുന്നതിനൊക്കെ സത്യസന്ധമായി മറുപടി പറയണം. പറയാമോ? പറയാം. നിന്റെ പേരെന്താ? എന്താണ് ഷയ്യർ? മരിച്ചു. ഞാൻ വീണ്ടും ജനിച്ചു. കഷ്ടമായി. മരിച്ചതോ ജനിച്ചതോ? രണ്ടും. ഇരിക്കും. അവന്റെ പേരെന്താണ് മിസ്റ്റർ നായർ? ടൈഗർ. അറിയാതെ പേര്. അവന്റെ ആലിംഗനം പിന്നീ സഹിക്കാം. ചുംബനമാണെന്നോ കടുപ്പം. ചുംബനം മട്ടുവോ? ചുംബനവും ഒരു നക്കും. അകത്താറോ വീണമായിരിക്കുന്നുണ്ടല്ലോ. ആ, എലിയോട്ടായിരിക്കും. നിങ്ങളൊരു കലാകാരനാണല്ലോ. ഏയ്, അങ്ങനെയൊന്നുമില്ല. എനിക്കൊരു വീണയുണ്ട്, ഞാൻ മീട്ടാറുമുണ്ട്. എന്ന കാര്യം? ഞാനും നമ്മുടെ മുനിസിപ്പൽ ചെയർമാനുമായിട്ട് വരാനിരിക്കുകയായിരുന്നു. എന്താ വിശേഷം?
ഞാനതങ്ങോട്ട് പറയണമോ? ഞാൻ അറിയണമെങ്കിൽ പറയണം. ശരി, പറയാം. മിസ്റ്റർ നായർ, നിങ്ങളുടെ വിവാഹം എന്താണ്? അടുത്ത ആഴ്ച. നമ്മുടെ ജഡ്ജി കൃഷ്ണൻ ഡോക്ടർ അല്ലേ? കൃഷ്ണൻ ഇവിടെ ഇരുന്ന ആളാണ്. ഞങ്ങളെല്ലാം ഒരു കമ്പനി. നിങ്ങളുടെ മാരേജിന് നമ്മുടെ ചെയർമാൻ കാര്യമായ ഒരു പ്രസന്റ് സെലക്ട് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്റെ വിവാഹത്തിന് ഞാൻ പ്രസന്റുകളൊന്നും സ്വീകരിക്കുകയില്ല. വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അത് ഞാൻ പറയണമെന്ന് സാറിന് അറിയാമല്ലോ. അതിനോടൊന്നും പറഞ്ഞില്ലേ? ആ കേസ്, എഞ്ചിനീയറുടെ കക്കീട് കേസ്. അയാൾ തന്നെ നമ്മുടെ ചെയർമാന്റെ ബ്രോസ്. അതുകൊണ്ട് കൈക്കൂലി അല്ലാതാവുമോ? നോ, അതില്ലല്ലോ. എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് കണ്ണടയ്ക്കണം. ഈശ്വരൻ ഹിംസൽ കണ്ണടയ്ക്കുന്നുണ്ടല്ലോ. എന്നാൽ നിയമത്തിനും കണ്ണില്ല. നിയമപാലകൻ അങ്ങനെ തന്നെ വേണം. എന്നാൽ നിയമം പോലെ തന്നെ നടക്കും. എന്നിരുന്നാലും ഈ ഒരു കാര്യത്തിൽ അവശ്യം ഒരു വിട്ടുവീഴ്ച വേണം. ഞാൻ ഈ ഡിസ്ട്രിക്ട് ആന്റി കറപ്ഷൻ ഓഫീസറാണെന്ന് അറിയാമല്ലോ. ഇനി ഒന്നും സംസാരിക്കണ്ട. സംസാരിക്കുന്നില്ല. നമ്മുടെ ചെയർമാൻ ഒരു കവർ തന്നിട്ടുണ്ട്. അത് അങ്ങോട്ട് ഏൽപ്പിക്കണം, പോകണം. എന്താണത്? ഒരു കവർ. ഇത് കൈക്കൂലിയാണല്ലോ. കൈക്കൂലിയല്ല, ടോക്കണോ ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് എത്രയുണ്ട്? 5000. ഈ പാരിതോഷികമായി ഞാൻ നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ അയക്കാം. പ്ലീസ് ഒന്ന് ചിന്തിക്കണം, എന്നെ രക്ഷിക്കണം. ഐ എം സോറി, റിയലി സോറി. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ ചെയ്തു. പ്ലീസ്, ഞാൻ പറ്റാതെ ഇരിക്കുന്നു സാർ. പ്ലീസ് പ്ലീസ് എന്നെ രക്ഷിക്കണം സാർ, പ്ലീസ്. എന്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ വിട്ടുവീഴ്ച ചെയ്യുകയാണ്. എന്റെ ഭാഗ്യത്തിന് ഇന്നെന്തോ അങ്ങനെ ഒരു ദിവസമായി. പിന്നെ കേൾക്കണ്ട, ഇങ്ങനെ ഞാൻ ജയിച്ചു അല്ലേ? ഈശ്വരാധീന് എല്ലാം ഭംഗിയെ നടന്നു. പുലി പോലത്തെ ഒരു പറ്റി സിനിമ പോലത്തെ എഴുതാമെന്ന് ഞാൻ വിചാരിച്ചു. എങ്കിലും നമ്മൾ ചിന്തയില്ല. ഏതായാലും കാര്യം വളരെ ഭംഗിയായി നടന്നു. പണി ഭക്ഷിച്ചു. സാധനം ഫോണിരിക്കുന്ന മേശയുടെ പതിപ്പിലുണ്ടായി. നീ എന്താ പോകാതിരുന്നത്? സാറ് പറയാഞ്ഞിട്ട്. നിന്നെ പിടിച്ച ആ പോലീസുകാരന്റെ പിന്നീടുള്ള സ്ഥിതിയെ പറ്റി നിനക്ക് വല്ലതും അറിയാമോ? അയാൾ മരിച്ചു. ആ നിമിഷം അയാൾ മരിച്ചു. അയാൾ നിന്നെ പിടിച്ചപ്പോൾ നിന്റെ കൂടെ വല്ലവരും ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു. അടുത്ത് മറ്റു വല്ലവരും ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു. എന്താ? ആരും ഉണ്ടായിരുന്നില്ലേ? ഇവിടെ നോക്ക്, നിന്നെ പിടിച്ച അതേ സ്ഥലത്ത് അതേ നേരത്തെ അയാൾ മരിച്ചു വീണു. വെറുതെ മരിച്ചതല്ല, കുത്തിക്കൊന്നതാണ്. ഒറ്റ കുത്തിന്. അമ്മോ, നീ ഒട്ടും പേടിക്കണ്ട, ഒട്ടും പരിഭ്രമിക്കണ്ട. അയാളെ കുത്തിയത് ആരാണെന്ന് നീ എന്നോട് പറഞ്ഞാൽ നിനക്കൊരാപത്തും വരില്ല. പറയണു സാറേ. പറയൂ, പേടിക്കണ്ട, നിനക്കൊരാപത്തും വരില്ല. വന്നാലും ഞാൻ പറയാം. ഞാനാ കുത്തിയത്. ഞാനാ കുത്തിയത്. കൊല്ലാനല്ല, എന്റെ മാനം രക്ഷിക്കാൻ. മറ്റാരെയും രക്ഷിക്കാൻ വേണ്ടി നീ കയ്യിൽ കുട്ടി കള്ളം പറയല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് സത്യമാ. അത് പറയാൻ തുടങ്ങിയപ്പോൾ ഒരാളുടെ രക്ഷയല്ല, 2 പേരുടെ ജീവിതം എന്റെ മുൻപിൽ ഞാൻ കണ്ടു. ആരുടെ? എന്റെ അച്ഛന്റെയും അമ്മയുടെയും. നീ എന്തായുധം കൊണ്ടാണ് അയാളെ കുത്തിയത്?
ഒരു കൊച്ചു കടാരി കൊണ്ട്. കഠാരിയോ? നിന്റെ കയ്യിലോ? ഞാൻ എവിടെ പോകുമ്പോഴും ആ കത്തി കൊണ്ടുപോകുമായിരുന്നു. എന്നിട്ട് എവിടെയാ കത്തി? എന്റെ കയ്യിലുണ്ട്. നീ എടുക്ക. അതായിരുന്നു രക്തല്ലേ? എനിക്കിത് എവിടെ നിന്ന് കിട്ടി? എന്റെ അച്ഛൻ തന്നതാ. കഠാരയോ? എന്തിന്? രക്ഷിക്കാൻ ആളില്ലാത്ത എനിക്ക് ഒരു രക്ഷയുമില്ലാതെ വരുമ്പോൾ രക്ഷപ്പെടാൻ. നിന്റെ കമ്മലിന്റെ കൂടെ ഇതും ഞാൻ സൂക്ഷിക്കും. നിന്റെ കയ്യിൽ നിന്ന് ഒരു സാധനം കൂടി എനിക്ക് വേണം. കയ്യെടുത്ത്. ഇത് കണ്ടോ? ചോര. പിന്നെ ഇത് കണ്ടോ? ആ ബഹളത്തിനിടയ്ക്ക് നിന്റെ നേരിൽ ചേർത്ത് വെച്ചാണ് നീ കുത്തിയത്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇതും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നു, നീ ശ്രദ്ധിച്ചു കേൾക്കണം. അത് നിയമമാണ്. എന്നെ രക്ഷിക്കണം. അത് എന്റെ കയ്യിലല്ല, നിയമത്തിന്റെ കയ്യിൽ. നീ ചെയ്തത് കൊലക്കുറ്റമാണ്. ഞാൻ കൊന്നിട്ടില്ല സാർ. ശരി, പക്ഷേ നീ കത്തി കൊണ്ട് കുത്തി, ആ കുത്തി കൊണ്ട് അയാൾ മരിച്ചു. അങ്ങനെ ഒരു സംഭവത്തോടെ നിയമം 3 തരത്തിൽ പെരുമാറുന്നു. മനഃപൂർവ്വം കൊന്നാണെന്ന് തെളിഞ്ഞാൽ തൂക്കിക്കൊണ്ടു. കൊന്നില്ലെന്നോ ജീവരക്ഷയ്ക്ക് വേണ്ടിയുള്ള ശ്രമത്തിൽ അപകടം സംഭവിച്ചതാണെന്നോ തെളിഞ്ഞാൽ വെറുതെ വിടും. ഇനി ഇത് രണ്ടിനും മറ്റൊരവസ്ഥയുണ്ട്. ഒന്നല്ല, പല അവസ്ഥകളുണ്ട്. അതാതിന്റെ തോതനുസരിച്ച് തടവ് ശിക്ഷയ്ക്ക് വിധിക്കും. അയ്യോ, ഞാൻ കൊന്നിട്ടില്ല സാർ. ഇല്ല, ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തു. അതെ. അപ്പോ എന്നെ വെറുതെ വിടുമല്ലേ? ചിലപ്പോൾ. ചിലപ്പോൾ. തീർച്ചയില്ലല്ലേ? ഇല്ല, അത് കോടതി തീരുമാനിക്കും. ഇതൊന്നും കോടതി അറിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അറിഞ്ഞല്ലോ. വേറെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ. അതിപ്പോ എങ്ങനെ പറയാൻ നോക്കും? 1-2 ദിവസത്തിനകം അറിയാം. അതുവരെ നിന്നെ പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിക്കും.